ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാടൻ പെറ്റൂണിയ ചെടി എങ്ങനെ മഴക്കാലത്ത് സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു പ്ലാന്റാണ് പെറ്റൂണിയ. അത് നാടൻ പെറ്റൂണിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ഒരുപാട് പെറ്റൂണിയയുടെ സീഡ്സും അതുപോലെ തന്നെ നല്ല കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പെറ്റൂണിയ ചെടികളും നമുക്ക് നഴ്സറിയിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. പക്ഷേ നാടൻ പെറ്റൂണിയയ്ക്ക് പ്രത്യേകിച്ച് വലിയ കെയറൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇന്ന് ആദ്യം കാണിക്കുന്നത് നാടൻ പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ സീഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇതിൻ്റെ അകത്ത് പൂക്കൾ വന്ന് പൂക്കൾ കരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് വാടിപ്പോയി കഴിയുമ്പം ഇതുപോലെ ഒരു മൊട്ട് പോലെ കാണാൻ സാധിക്കും. അതിൻ്റെ വിത്തുകൾ ഇതിലാണുള്ളത്. ഇത് പൊട്ടിച്ച് നോക്കിയാൽ കുറേയേറെ ചെറിയ ചെറിയ പെറ്റൂണിയ സീഡ്സ് കാണാൻ സാധിക്കും. ഇത് വേണം ശരിക്കും നമ്മൾ നടാനായിട്ട്. കണ്ടോ, നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ ചെറിയ സീഡ്സാണുള്ളത്. ഇതുപയോഗിച്ചാണ് നമ്മൾ സാധാരണ പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. പെറ്റൂണിയ ചെടികൾ നടുന്ന സമയത്ത് നമ്മൾ പോട്ടിങ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ ഗാർഡൻ സോയിലിലൂടെ കുറച്ച് മണലും കൂടെ ചേർത്ത് വേണം നമ്മൾ നടാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. ഈ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നന്നായിട്ട് പെറ്റൂണിയ പ്ലാന്റ്സ് പെട്ടെന്ന് വളർന്നു വരുന്നത് കാണാം. നമുക്കിങ്ങനെ ചെറിയ ചെറിയ പോട്ട്സിലായിട്ട് മഴക്കാലം വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഷെയ്ഡിലേക്ക് ഈ ചെടികളെ മാറ്റാം. അതുപോലെ ഹാങ് ചെയ്തിടാം. പെറ്റൂണിയ ചെടികളുടെ തണ്ടുകൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുൻപായിട്ട്, മഴ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ എല്ലാം ചെറിയ നാമ്പുകൾ വരുമ്പം തന്നെ നമുക്ക് ഒടിച്ചു കൂട്ടി നമുക്ക് പെറ്റൂണിയ പ്ലാന്റ്സ് വേറെ പോട്ടിലേക്ക് മാറ്റുക, ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റുക. ഇനി രണ്ടാമത്തെ രീതി, നമുക്ക് പുതിയ പ്ലാന്റ്സ് എങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ നാമ്പുകൾ വരുന്ന തുടങ്ങി താഴേക്ക് ഒരു 6 ഇല താഴോട്ട് വെച്ചിട്ട് സ്റ്റെം ഒടിച്ച് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് ഈ തണ്ടുകളെല്ലാം തന്നെ, പുതിയ നാമ്പുകൾ വന്ന തണ്ടുകളെല്ലാം തന്നെ നമുക്ക് പോട്ടിലേക്കാക്കി നമുക്ക് ഷെയ്ഡിലേക്ക് വെക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാൻസി മാഡം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോട്ടിംഗ് മിക്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. മൂന്നാമത്തെ രീതി, നമുക്ക് പെറ്റൂണിയ പ്ലാന്റ്സ് ഇതുപോലെ ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡിലാണ് ഹാങ് ചെയ്തിടുന്നതെങ്കിൽ നമുക്ക് ഈ ചെടിയെ സംരക്ഷിക്കാൻ പറ്റും. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാം. പക്ഷേ മഴക്കാലത്ത് ഈ ചെടികളുടെ പൂക്കൾ വളരെ കുറവായിരിക്കും. കാരണം നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി നമുക്ക് ഈ ചെടിയെ പുറത്ത് വെച്ച് നല്ല സൺലൈറ്റാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൂക്കൾ ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ. അടുത്തത്, മഴക്കാല സമയത്ത് പെറ്റൂണിയ പ്ലാന്റ്സിൽ ഒരുപാട് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്സ് തന്നെ ചീത്തയായി പോകുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻസെക്ട്സ് ഇതിനെ ആക്രമിക്കുന്ന കാണാം. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം സാഫ് ഫംഗിസൈഡ് വളരെ നല്ലതാണ്. ആമസോണിൽ കിട്ടുന്നതാണ്. 100 ഗ്രാം സാഫിൻ്റെ പാക്കറ്റിന് ഏകദേശം 72 റുപ്പീസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. സാഫ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫംഗിസൈഡാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മഴക്കാലത്ത് നമുക്ക് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെറ്റൂണിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 50-ലേറെ തൈകൾ നമുക്ക് ഒടിച്ചൂത്തിയും അതുപോലെ തന്നെ സീഡ്സ് ഉപയോഗിച്ചും പെറ്റൂണിയ വളർത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഗാർഡൻ വീഡിയോസ് എല്ലാം തന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പ്രിയയുടെ ആണ്. പ്രിയയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയയുടെ 2-3 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റീസൈക്കിൾ ചെയ്ത ബോട്ടിൽസിൽ വളരെ ഭംഗിയായിട്ട്
പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ നിങ്ങളുടെ ചെടികൾ, പെറ്റൂണിയ ചെടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഷെയ്ഡിലേക്കും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വെക്കുക. അതിൻ്റെ സീഡ്സ് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ ചെറിയ നാമ്പുകളുള്ളതെല്ലാം നിങ്ങൾ നടുക.